നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഏകദേശം 5ഓളം വരുന്ന ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാരുതി എല്ലാ സ്വിഫ്റ്റിൻ്റെ എല്ലാ വേരിയൻസിനും കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ 6 എയർ ബാഗാണ്. പിന്നെ ഇതിന് തന്നെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും അവൈലബിൾ ആണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,27,000 രൂപയാണ് വരുന്നത്. ഏകദേശം ഒരു 59,000 രൂപ. പ്രധാനമായിട്ടും ഏകദേശം 20ഓളം വരുന്ന ഫീച്ചർ അഡീഷൻസ് ആണ് LX-മായി കമ്പയർ ചെയ്യുന്ന സമയത്ത് VX എന്നുള്ള ഈ ഒരു മോഡലിൽ സംഭവിച്ചിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TDFിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ എപ്പിക് ന്യൂ സ്വിഫ്റ്റ് 2024 ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ VXi എന്നുള്ള മോഡലിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം മാരുതി വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ വേരിയൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് LXi VXi എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ പുതിയ സ്വിഫ്റ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 വേരിയൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. LXi VXi ഓപ്ഷണൽ, ZXi പ്ലസ് എന്നുള്ള ഈ ഒരു 5 വേരിയൻറ്റ് ക്ലാസിഫിക്കേഷൻസിലാണ് പുതിയ സ്വിഫ്റ്റ് ഇറക്കിയിട്ടുള്ളത്. പുതിയ സ്വിഫ്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം ഇതൊരു പുതിയ എഞ്ചിൻ സീരീസ് കൂടിയാണ് ഇറങ്ങുന്നത്. Z സീരീസ് ഉള്ള ഒരു 3 സിലിണ്ടർ 1.2 ലിറ്റർ ആയിട്ടുള്ള എഞ്ചിനോടുകൂടിയാണ് പുതിയ സ്വിഫ്റ്റ് മാരുതി ഇറക്കിയിട്ടുള്ളത്. നോർമൽ ഒരു ഹാർടെക് പ്ലാറ്റ്ഫോം, മാരുതിയുടെ പല വാഹനങ്ങൾ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെ ഷെയർ ചെയ്യുന്നൊരു വാഹനം തന്നെയാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ഒരു Z സീരീസ് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ള മൈലേജ് ആണ്. ഏകദേശം ഒരു 24 km/ലിറ്റർ ആണ് ഇതിന് ഓഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ഓഫർ ചെയ്യുന്ന മൈലേജ് ഫിഗർ എന്ന് പറയുന്നത് 24ഉം ഇതിൻ്റെ AMT അല്ലെങ്കിൽ AGS മോഡലിന് ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 25.75 km/ലിറ്ററുമാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള ഒരു വാഹനമാണ് പുതിയ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ റിവ്യൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഡയമെൻഷൻസ്, ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇത്രത്തോളം വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള LXi എന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫീച്ചർ അഡീഷൻസ് കിട്ടുന്നുണ്ടെന്നുള്ള എല്ലാ കാര്യവും നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. നമുക്കറിയാം മാരുതിയുടെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് അവരുടെ ഫസ്റ്റ് എഡിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് വേർഷൻ ഇറക്കുന്നത് 2005-ലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് ഇറങ്ങുന്നത് 2011-ലാണ്. തേർഡ് ജെൻ ആയിട്ടുള്ള നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളൊരു മോഡൽ എന്ന് പറയുന്നത് 2018 ലോഞ്ച് ആയിട്ടുള്ള മോഡലായിരുന്നു. സോ ഫോർത്ത് ജെൻ ആയിട്ടുള്ള ഈ ഒരു എപ്പിക് ന്യൂ സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ആഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആഡഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റിൽ ഇതുവരെ കാണാത്ത പല ഫീച്ചേഴ്സും മാരുതി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകിച്ചാൽ 6 എയർ ബാഗാണ്. ഈ 6 എയർ ബാഗ്സ് എന്ന് പറയുന്നത് എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ വയർലെസ് ചാർജിങ് പാഡ്, റിയർ AC വെൻറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഡ്രൈവർ സീറ്റ്, ഇതെല്ലാം തന്നെ സ്വിഫ്റ്റ് എന്നുള്ള ബ്രാൻഡിൽ ഒരു പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. മുമ്പത്തെ ജനറേഷൻസിലൊന്നും കാണപ്പെടാത്ത തരത്തിലുള്ള ഫീച്ചേഴ്സാണ് ഏറ്റവും പുതിയ മോഡലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VXi മോഡലാണ്. VXi മോഡലിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 8,68,000 രൂപയാണ് വരുന്നത്. ഈ 8,68,000 പ്രൈസ് ടാഗിൽ നമുക്ക് ഇതിനകത്ത് എക്സ്റ്റൻഡ് വാറൻറ്റി അടക്കമുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് തന്നെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും അവൈലബിൾ ആണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,27,000 രൂപയാണ് വരുന്നത്. ഏകദേശം ഒരു 59,000 രൂപ ഡിഫറൻസ് ഒരു അഡീഷണൽ കോസ്റ്റ് നമുക്ക് AMT അല്ലെങ്കിൽ AGS മോഡലിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പുതിയ സ്വിഫ്റ്റിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 7,70,000 തുടങ്ങി 11,52,000 രൂപ വരുന്ന ഒരു പ്രൈസ് ബ്രാക്കറ്റിലാണ് പുതിയ സ്വിഫ്റ്റിനെ മാരുതി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ AMT മോഡലും ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 57,000 to 58,000 രൂപ വരുന്ന ഡിഫറൻസ് മാനുവൽ ആൻഡ് AGS മോഡൽ തമ്മിലുള്ള ഡിഫറൻസുകൾ വരുന്നുണ്ട്. സോ നമുക്കൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 57,000 രൂപയുടെ അഡീഷണൽ കോസ്റ്റ് നമുക്ക് ആവുമെന്നാണ് പറഞ്ഞു വന്നത്. സോ എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ സ്വിഫ്റ്റ് എന്നുള്ള ബ്രാൻഡിൽ അല്ലെങ്കിൽ സ്വിഫ്റ്റ് എന്നുള്ള പ്രൊഡക്റ്റിൽ മാരുതി എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏകദേശം ഒരു 13 വരുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 6 എയർ ബാഗ്സുകൾ എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് മാരുതി സ്വിഫ്റ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്നുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ABS വിത്ത് EBD ഫംഗ്ഷൻ വരുന്നുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് വരുന്നുണ്ട്. പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് എല്ലാ വേരിയൻസിലും കൊടുക്കുന്നുണ്ട്. ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ പവർ വിൻഡോ ഫംഗ്ഷൻ വിത്ത് ആൻറ്റി പിഞ്ച് ഗാർഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓൾ ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, റിയർ ഡീഫോക്കസ്, LED റിയർ കോമ്പിനേഷൻ ലാംപ്സ്, ഇങ്ങനെ 13 വരുന്ന ഫീച്ചേഴ്സ് എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ മാരുതി സ്വിഫ്റ്റ് എന്നുള്ള മോഡലിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനി എന്തൊക്കെയാണ് LXi എന്നുള്ള മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ VXi എന്നുള്ള നമ്മൾ ഈ കാണുന്ന മോഡൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുള്ളതെന്ന് ഓരോ നോക്കാം. പ്രധാനമായിട്ടും ഏകദേശം 20ഓളം വരുന്ന ഫീച്ചർ അഡീഷൻസ് ആണ് LXi-യുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് VXi എന്നുള്ള ഈ ഒരു മോഡലിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 20ഓളം വരുന്ന ഫീച്ചേഴ്സിനകത്ത് നമുക്ക് 5ഓളം വരുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്. ബാക്കി വരുന്ന 15ഓളം വരുന്ന ഫീച്ചേഴ്സ് ഇതിൻ്റെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ
സ്വിഫ്റ്റിൽ വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ VX എന്നുള്ള മോഡൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പുതിയ സ്വിഫ്റ്റിനകത്തുള്ള ഏറ്റവും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ ഒരു ഗ്രിൽ പാറ്റേൺ ആണ്. അത് VXക്ക് വരുന്ന സമയത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് ഒരു ചെറിയ ഒരു വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു എയർ ഡാം കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴെയുള്ളത് ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പെക് ആയിട്ടുള്ള ZXi Plus ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിന് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റിക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് VXക്ക് വരുന്ന സമയത്ത് ഇതൊരു ഹാലജൻ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ZXiലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ LED യൂണിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കിതിനകത്ത് നമുക്കറിയാം ഇതൊരു ക്രോം സ്ട്രിപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. VXi മോഡൽ നമുക്ക് DRL അവൈലബിൾ അല്ല. താഴെ നമുക്ക് 2 ലൈറ്റ് സ്പ്ലിറ്റുകൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം എന്ന് പറയുന്നതിൻ്റെ പാർക്ക് ലൈറ്റ് ആണ്. ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വളരെ പ്രൊമിനൻ്റ് ആയി നിൽക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു ലൈനാണ്. അതായത് ഒരു ബോണറ്റിൻ്റെ ലൈന് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ആ രണ്ട് ഭാഗത്തിൻ്റെ ഈ ഒരു സെൻട്രലായിട്ടാണ് ഇതിൻ്റെ സുസുക്കിയുടെ ലോഗോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. സോ പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻസും ഒരുപാട് ഗ്രിൽ പാറ്റേൺസ് ഒക്കെയാണ് ഇതിനകത്ത് പുതിയ സ്വിഫ്റ്റിനകത്ത് മാരുതി അല്ലെങ്കിൽ സുസുക്കി ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു 14 ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 165/80 പ്രൊഫൈലിൽ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഈ സെയിം ടയർ സൈസ് തന്നെയാണ് ഇതിൻ്റെ സ്പെയർ ടയറും വരുന്നത്. LXi മുതൽ VXi ഓപ്ഷനിൽ വരെ നമുക്ക് ഈ ഒരു സെയിം ടയർ പ്രൊഫൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ZXi മോഡലൊക്കെയാണ് നമുക്കിതിൻ്റെ 15 ഇഞ്ച് ടയേഴ്സ് പ്രൊഫൈലൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്കറിയാം ആ ബോണറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ലൈൻ നമുക്ക് ഈ ഒരു ഡോറിലൂടെ പോയി ബാക്ക് വരെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് സൈഡിൻ്റെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് VXi മോഡൽ മുതൽക്കാണ് നമുക്ക് ഈ ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള ബോഡി കളർഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ORVM യൂണിറ്റ് എന്ന് പറയുന്നത് ബോഡി കളർഡ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. അതും VXi എന്നുള്ള ഒരു അഡീഷൻ ആയിട്ട് വരുന്ന LXi കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ കിട്ടുന്ന VXi കിട്ടുന്നൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് അത് തന്നെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ അല്ല, മാനുവൽ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു B പില്ലറും അതുപോലെ C പില്ലറൊക്കെ തന്നെ ബ്ലാക്ക് ടൈപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ്ലി ബ്ലാക്കും ചെയ്തിട്ടുള്ള ഒരു പോർഷൻ കാണാൻ പറ്റും. പണ്ടത്തെ സ്വിഫ്റ്റ് ഇതിന് നേരെ മുമ്പുള്ള വേർഷൻസിലൊക്കെ നമുക്ക് ഇവിടെയായിരുന്നു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുതിയ സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ളൊരു ഹാൻഡിൽ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്കൊരു നോർമൽ ആയിട്ടുള്ളൊരു ആൻറ്റിന യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ ഡയമെൻഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ലെങ്ത്ത് വരുന്ന ഏകദേശം 3860 വരുന്നത്. വിഡ്ത്ത് 1735 ഹൈറ്റ് 1520 വരുന്നത്. വീൽ ബേസ് ഏകദേശം 2450 വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 ബൂട്ട് സ്പേസ് 265 വരുന്നത്. പണ്ടത്തെ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡയമെൻഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോയി നോക്കാം. ബാക്ക് പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ടൈപ്പ് ആയിട്ടുള്ള ഭാഗം കാണാൻ പറ്റും. പിന്നെ എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഈ റിയർ ഡീഫോഗർ എന്ന് പറയുന്നത്. VXi മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വൈപ്പേഴ്സോ വാഷേഴ്സോ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ നമുക്കിവിടെ ഒരു ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ആൻറ്റിന യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് എന്നുള്ള ഒറ്റ ബാഡ്ജിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സുസുക്കിയുടെ ലോഗോ, വേറെ ഒരു ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കറിയാം പുതിയ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാർട്ടാണ് ഈ ഒരു LED ആയിട്ടുള്ള സ്ട്രിപ്പ് പോലത്തുള്ള ടെയിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് അല്ല, ആക്ച്വലി ആ ഒരു സ്ട്രിപ്പ് പോലെ പോകുന്നൊരു യൂണിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റും താഴ്ഭാഗത്തുള്ളത് ഈ യൂണിറ്റ് എന്നിട്ട് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ലൈറ്റുമാണ്. താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ലൈറ്റ് യൂണിറ്റ്, പുറകിലെ ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് താഴെയായിട്ട് 2 റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു താഴ്ന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് പ്രൊഫൈലാണ് പുതിയ സ്വിഫ്റ്റിനകത്ത് മാരുതി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സുസുക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. 265 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റിയർ പാസൽ ട്രേ വരുന്നത് VXi എന്നുള്ള ഈ ഒരു മോഡൽ മുതൽക്കാണ്. സോ ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഹുക്ക് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റൊന്നും വരുന്നില്ല. അതൊക്കെ നമുക്ക് ZXi എന്നുള്ള മോഡൽ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് സ്പെയർ ടയർ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലുള്ള അതിൻ്റെ അതേ സെയിം ടയർ പ്രൊഫൈലിലാണ് ഇതിൻ്റെ സ്പെയർ ടയറിന് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ജാക്കി യൂണിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഇവിടെ നമുക്ക് ഈ ഒരു യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. സാധാരണ കാറുകളിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ സാധാരണ മാരുതി കാറുകളിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് ഈ ഒരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസും ഇതിൻ്റെ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഫാമിലിക്ക് ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത്
കുഴപ്പമില്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് പുതിയ സ്വിഫ്റ്റിനകത്ത് മാരുതി കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പക്ഷേ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ആ ബൂട്ട് ഓൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് VXi മോഡലിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് കീ യൂണിറ്റ് എന്ന് കാണാം. ഇതാണ് സ്വിഫ്റ്റ് VXiൻ്റെ കീ യൂണിറ്റ് എന്ന് പറയുന്നത്. നോർമൽ മാരുതി കാറിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു കീ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലോക്ക് അൺലോക്ക് ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ കീ യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമാണ് അതിൻ്റെ വീൽ കവേഴ്സ് എന്ന് പറയുന്നത്. വീൽ കവേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് VXi എന്നുള്ള മോഡൽ മുതൽക്കാണ്. നോർമലായിട്ടുള്ള വീലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ZXi എന്നുള്ള മോഡൽ മുതൽക്കാണ് നമുക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള അലോ വീൽസ് വരുന്നത്. അലോ വീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ZXi മുതൽക്കാണ്. VXi അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നോർമൽ വീൽ കവേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി കളർഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം പുറകുവശത്ത് കയറി നോക്കാം. പുറകുവശത്തുള്ള എന്താ കാര്യങ്ങളാണെന്ന് നോക്കാം. ഈ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്കൊരു ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ക്ലോത്ത് ഫിനിഷ് കൂടെ കാണാൻ പറ്റും. പിന്നെ ഓൾ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. സോ പവർ വിൻഡോസ് നമുക്ക് ഇവിടെ കൺട്രോൾ ആയിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സാണ് സ്വിഫ്റ്റ് VXi മോഡൽ കിട്ടുന്നത്. അതിൻ്റെ 4 സ്പീക്കേഴ്സ് 4 ഡോറിലാണ് കൊടുത്തിട്ടുള്ളത്. സോ സ്പീക്കർ യൂണിറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോട്ടിൽ ഹോൾഡർ, ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം സീറ്റ് കുറച്ച് സ്കൂപ്ഡ് ആണ്. സോ കാലൊക്കെ അത്യാവശ്യം തട്ടാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറിൻ്റെ ബാക്കിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സെൻട്രൽ ടണൽ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നറുക്കിരിക്കുന്ന കസഞ്ചർക്ക് കുറച്ചൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വേറെ ലൈറ്റ് യൂണിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ലൈറ്റ് യൂണിറ്റ് മാത്രമേ ഇതിനകത്ത് ക്യാബിൻ ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. പിന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയർ പാസിൽ ട്രേ സ്റ്റാർട്ട് ചെയ്യുന്നത് VXi എന്നുള്ള മോഡലാണ്. പിന്നെ നമുക്കിവിടെ വേറെ കാര്യമായിട്ടുള്ള പ്രത്യേകതകളൊന്നും എടുത്ത് പറയാനില്ല. നോർമലായിട്ടുള്ള ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഇൻറ്റീരിയർ തീം ബ്ലാക്ക് ആണ് കംപ്ലീറ്റ്ലി. സോ അതേ പാറ്റേണുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ചെറിയൊരു ഡിസൈൻ പാറ്റേൺ കാണാൻ പറ്റും. നമുക്ക് 3 പാസഞ്ചർ സീറ്റ് ബെൽറ്റ് പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഐസോഫിറ്റ് സ്റ്റൈൽ സീറ്റ് മൗണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് 60-40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നുമല്ല, നോർമലായിട്ടുള്ള ബെഞ്ച് ടൈപ്പ് വരുന്ന ഫോൾഡിങ് വരുന്ന സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വെച്ചാൽ പുതിയ സ്വിഫ്റ്റിൻ്റെ ഒരു ഗ്ലാസ് ഏരിയയാണ്. പഴയ ജനറേഷൻ്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ എന്ന് പറയുന്നത് ഹാൻഡിൽ യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു. ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് വിസിബിലിറ്റി കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പുറകുവശത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കുറച്ചുകൂടി ഒരു ക്യാബിൻ ലൈറ്റ്, അതിൽ ക്യാബിനിലേക്ക് കുറച്ച് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ട്. പുറത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഫ്രണ്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ഓരോന്നായിട്ട് നോക്കാം. സ്വിഫ്റ്റിൻ്റെ VXi മോഡലിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഓൾ ബ്ലാക്ക് തീമിലുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചില ഭാഗങ്ങളായിട്ട് നമുക്ക് ഒരു ക്രോം ഫിനിഷും അതുപോലെ തന്നെ സിൽവർ ഫിനിഷൊക്കെ കാണാൻ പറ്റും. ബാക്കി എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ പാറ്റേണൊക്കെ കാണാൻ പറ്റും. പിന്നെ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ നമുക്ക് ഡോർ യൂണിറ്റിലും കാണാൻ പറ്റും. ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലും ചെറിയൊരു ഡിസൈനൊക്കെ കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഏകദേശം 5ഓളം വരുന്ന ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാരുതി സ്വിഫ്റ്റിൻ്റെ എല്ലാ വേരിയൻസിനും കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ 6 എയർ ബാഗാണ്. സോ VXiയിൽ നമുക്ക് ഇനി 6 എയർ ബാഗ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ ESP, ABS വിത്ത് EBD, അതുപോലെ തന്നെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്നുള്ള 5ഓളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് മാത്രം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. ബാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് LXുമായി കമ്പയർ ചെയ്യുമ്പോൾ VXiയിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡോർ യൂണിറ്റിക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിസൈൻ യൂണിറ്റ്, അതായത് ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ചെറിയ സ്ട്രിപ്പ് പോലെ ഒരു ഭാഗം പോകുന്നുണ്ട്. അതിലും ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ കാണാൻ പറ്റും. സ്വിച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് LXുമായി കമ്പയർ ചെയ്യുമ്പോൾ VXiയിൽ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORM യൂണിറ്റാണ്. ഇത് ഫോൾഡബിൾ അല്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. സോ നോർമലായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ വിൻഡോസ് നമുക്ക് 4 ഡോറിലും നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഈ ഡ്രൈവർ സൈഡിൻ്റെ പവർ വിൻഡോ കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ VXiലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ അപ്പ് ഡൗൺ ഫീച്ചർ വിത്ത്
പിന്നെ ആൻറ്റി പിച്ച് ഗാർഡ് വരുന്നുണ്ട്. ഇത് VXL മാത്രമല്ല കേട്ടോ, LXL ഉണ്ട്. അതായത് എല്ലാ വേരിയൻസിലും നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഒരു ഓട്ടോ അപ്പ് ഡൗൺ ഫീച്ചർ വിത്ത് ആൻറ്റി പിച്ച് ഗാർഡ് വരുന്നത്. പിന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഒരു ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോത്ത് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പുറകിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ആണെങ്കിൽ ഡ്രൈവർ സൈഡിലും അല്ലെങ്കിൽ കോ ഡ്രൈവർ സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഫിനിഷുള്ള ഭാഗം കാണാൻ പറ്റും. താഴെ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മാഗസിൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സാണ് VXI വേരിയൻ്റ് വരുന്നത്. 4 സ്പീക്കേഴ്സ് 4 ഡോറിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ESP കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസൊക്കെ അവിടെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പെഡൽസിൻ്റെ കാര്യം വരുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള പെഡൽസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു ഡെഡ് പാഡിൽ കാണാൻ പറ്റും. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണത്. പിന്നെ നമുക്ക് ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് മാരുതിയുടെ പല വാഹനങ്ങളും കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് യൂണിറ്റാണ്. ഈ ഒരു സ്റ്റിയറിംഗ് യൂണിറ്റ് നമുക്കൊരു ക്രോം ഫിനിഷും അതുപോലെ സിൽവർ ഫിനിഷൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ടിൽറ്റ് ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ, റീച്ച് ഫംഗ്ഷൻ വരുന്നില്ല. ആ ടിൽറ്റ് ഫംഗ്ഷൻ ഫീച്ചർ നമുക്ക് എല്ലാ വേരിയൻസിലും കിട്ടുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് VXI എന്നുള്ള ഈ ഒരു വേരിയൻ്റ് മുതൽക്കാണ്. പിന്നെ നമുക്ക് ഓൺ ബോർഡ് ആയിട്ടുള്ള വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചർ വരുന്നുണ്ട്. ടെലിഫോണിക് കൺട്രോൾസ് എല്ലാം തന്നെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഗ്രിപ്പൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഒരു ഡയമണ്ട് കട്ട ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ സ്വിഫ്റ്റിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ് ഇതിൻ്റെ ഒരു ഡയൽസിൻ്റെ കാര്യങ്ങൾ ഒരു റെഡ് ആക്സൻ്റ് കൊടുത്ത് ഒരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്നുണ്ട്. നടുക്കായിട്ട് നമുക്കൊരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേയിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ എക്കണോമി, അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പിന്നെ ഫ്യൂൽ എക്കണോമീൻ്റെ ഫ്യൂൽ ഗേജിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഈ ഒരു 2 നോബ് ഇതിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. നമുക്കിവിടെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇവിടെയാണത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതാണ് നമുക്ക് പിന്നെ ട്രിപ്പ് A ട്രിപ്പ് B ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് എന്ന് പറയുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഭയങ്കര ഒരു നമുക്ക് ഒരിക്കലും ഒരു ബേസ് പോലെ തോന്നാത്ത രീതിയിലുള്ള ഒരു ക്ലസ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ എഡിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു AC യൂണിറ്റ് കാണാൻ പറ്റും. ഇവിടേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ ടണലിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സെൻട്രൽ ടണലിലേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഈ ഒരു AC യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈവൻ ഇതിൻ്റെ AC യൂണിറ്റും ഇതിൻ്റെ കൺട്രോൾസ് യൂണിറ്റ് അടക്കം നമുക്കൊരു ചെറുതായിട്ട് ഇവിടെ ചെറിയൊരു ബെൻഡ് കാണാൻ പറ്റും. ഡ്രൈവറിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 7 ഇഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് പ്ലേ പ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് 4 സ്പീക്കേഴ്സാണ് കണക്ട് ആയിട്ട് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല VXI മോഡലിൽ. അതൊക്കെ നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ബെസലാണ്. ഒരു വലിയൊരു പെട്ടി ഇവിടെ കയറ്റി വെച്ച പോലെ നമുക്കൊരു ഫീൽ നമുക്ക് കിട്ടും. ഇത് കുറച്ചുകൂടി മിനിമലിസ്റ്റിക് ആക്കാമായിരുന്നു, എന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഒരു ബെസൽ വരുമ്പോൾ ഒരു വലിയൊരു യൂണിറ്റ് ഇവിടെ കൊണ്ടുവച്ച പോലെ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സൈസ് ഒരു മാച്ച് ആവുന്നില്ല. കാരണം ഏകദേശം അത്രയും വലിപ്പമുള്ളൊരു സാധനം വരുമ്പോൾ ഈ ഒരു ക്ലസ്റ്ററിനേക്കാളും വലിപ്പമുള്ളൊരു എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്ന പോലെ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള നമുക്ക് മാരുതി കാറിലൊക്കെ സിമിലറായിട്ട് ഒരുപാട് കണ്ടുവന്നിട്ടുള്ള സിമിലർ ആയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് OTA അപ്ഡേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഇതുവഴി നമുക്ക് കിട്ടുന്നതാണ്. സോ അതാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. AC യൂണിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ വേറെ ഗിമ്മിക്സുകളോ കാര്യങ്ങളോ പെയിൻറ്റ് ഫിനിഷോ ഒന്നും കൊടുത്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ളൊരു ഓൾ ബ്ലാക്ക് തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ AC കൺട്രോൾസ് യൂണിറ്റൊക്കെ തന്നെ താഴ്ഭാഗത്തൊരു ഗ്ലോസി ബാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വേറൊരു അഡീഷണൽ ഫീച്ചറും കാണാൻ പറ്റും. മാക്സ് കൂൾ എന്നൊരു ഫീച്ചറുണ്ട്. നമുക്കിത് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാക്സിമം കൂളിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റും. ടാറ്റയിലൊക്കെ കണ്ടിട്ടുള്ള എക്സ്പ്രസ് കൂളിൻ്റെ സിമിലർ ആയിട്ടുള്ള ഫീച്ചറാണിത്. പിന്നെ ഇതൊരു മാനുവൽ AC യൂണിറ്റാണ്, ഓട്ടോ AC അല്ല വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ലൈറ്റപ്പ് ചെയ്യും. നമുക്ക് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. വണ്ടി ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ ഒരു ലൈറ്റൊക്കെ കാണാൻ പറ്റുക. ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എയർ ടൈപ്പ് ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ നമുക്ക് ചാർജിങ് സോക്കറ്റുകൾ വരുന്നുള്ളൂ. പുറകിലെ പാസഞ്ചേഴ്സ് പോലും നമുക്കൊരു ചാർജിങ് സോക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിവിടെ ഫോണൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് മോഡലാവുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഇത് വയേഴ്സ് ആയതുകൊണ്ട് നമുക്കൊരു നോർമൽ പാഡ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഓൾ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഗിയർ നോബിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു
പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പൊക്കെ ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല. സ്വിഫ്റ്റ് എന്നുള്ള മോഡലിൽ ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല, അതുകൊണ്ട് ആ കാര്യം പേടിക്കേണ്ട. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡലിൽ മാത്രമേ നമുക്ക് റിയർ AC വെൻ്റ് ഒക്കെ വരുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ ടണൽ എന്ന് പറയുന്നത്. മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു IRVM മാനുവൽ കൺട്രോൾസ് വരുന്നുണ്ട്. മാനുവൽ കൺട്രോൾസ്ഡ് ആയിട്ടുള്ള IRVM വരുന്നുണ്ട്. ഇവിടെ മാത്രമേ നമുക്കൊരു ക്യാബിൻ ലൈറ്റ് വരുന്നുള്ളൂ. ഇവിടെ ഒരൊറ്റ ഈ ഒരു ബട്ടൺ ഓപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. VXI മോഡൽ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിറർ ഇവിടെ വരുന്നുണ്ട്. അത് ഈ ഒരു VXI കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കൊരു സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്പേസ് ആയിട്ട് നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സും വരുന്നുണ്ട്. സോ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു ബ്ലാക്ക് തീം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. പിന്നെ സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ട് സീറ്റാണ്. സ്വിഫ്റ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മാരുതിയുടെ പല കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള വാഹനങ്ങളിലൊക്കെ തന്നെ അവർ സീറ്റുകളുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്താറില്ല. അത്യാവശ്യം നല്ല കുഷനിങ്ങുകളുള്ള സൈഡ് സപ്പോർട്ടിംഗ് ഒക്കെ തരുന്ന സീറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല, നോർമൽ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മാരുതി സ്വിഫ്റ്റിൻ്റെ VXI എന്നുള്ള വേരിയൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുന്നത്. VXIന് നേരെ താഴെയുള്ള LXIയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 93,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് VXI എന്നുള്ള മോഡലിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് കൊടുക്കേണ്ടി വരും. അതായത് ഏകദേശം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാൽ 20ഓളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് LXIയുമായി കമ്പയർ ചെയ്യുമ്പോൾ VXIയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ആ 20 ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കേണ്ട അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 93,000 രൂപയാണ് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് VXI എന്നുള്ള മോഡലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6 മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ആണ്. ഡ്യുവൽ ടോൺ ഓപ്ഷൻസ് ഇല്ല. LXIയിൽ വെച്ച് നോക്കുമ്പോൾ 4 കളേഴ്സ് മാത്രമേ ഉള്ളൂ. VXIക്ക് വരുന്ന സമയത്ത് 6 കളേഴ്സ് ആവുന്നുണ്ട്. റെഡ്, ബ്ലൂ, അതുപോലെ തന്നെ സിൽവർ, വൈറ്റ്, ഓറഞ്ച്, ഗ്രേ കളർ എന്നുള്ള പിന്നെ 6ഓളം വരുന്ന മോണോട്ടോൺ കളർ ഓപ്ഷൻസ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ പാറ്റേൺസ് എന്ന് പറയുന്നത്. സോ പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് പുതിയ മാരുതി സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിനെ പറ്റിയിട്ടും ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും ഇതിൻ്റെ എഞ്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ബൈയിങ് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് മാറ്റുന്ന ആൾക്കാരുണ്ട്. അവർക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ മാരുതി സ്വിഫ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് കായംകുളത്തുള്ള സായി സർവീസാണ്. സോ നെക്സ സായി സർവീസാണ്. വാഹനത്തിൻ്റെ ബുക്കിംഗ്സിനും അതുപോലെ തന്നെ എൻക്വയറീസിനെല്ലാം തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെല്ലാവർക്കും ബൈ.